സോറി, ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതാണ്. സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ടാണ്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന ഡിഫറെന്റ് കൈൻഡ് ഓഫ് കോഴ്സസ് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. എസ്പെഷ്യലി ബി എഡിനെ പറ്റിയിട്ടായിരിക്കും. സോ ഫസ്റ്റ്ലി എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കോഴ്സസ് ആണ് MA എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പിന്നെ MEd വരുന്നുണ്ട്. MEd തന്നെ MEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ബി എഡ് നഴ്സറി വരുന്നുണ്ട്, BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, BEd നഴ്സറി എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. സോ ഈ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ട് ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ TTI എന്നാണ് നമ്മളുടെ ഈ ഒരു എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയപ്പെടുന്നത്. അതായത് മെയിൻ ക്യാമ്പസിൽ നിന്നും എൻറ്റയർലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ TTI എന്ന് പറയുന്നത്. അപ്പോൾ TTI നമ്മളുടെ ജാമ്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 1938-ലാണ് TTI എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അത് ജാക്കിർ ഹുസൈന്റെ ലീഡർഷിപ്പില് മഹാത്മാഗാന്ധി അഡ്വൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു TTIയുടെ കീഴിൽ തന്നെ ബേസിക്കലി രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അതായത് DES, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റഡീസും, പിന്നെ IASC-യും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ. ഈ രണ്ട് മെയിൻ ഡിപ്പാർട്ട്മെന്റുകളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളാക്കിയിട്ടാണ് നമ്മളുടെ ഈ ഒരു TTIനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ DES മെയിൻലി വരുന്ന കോഴ്സസ് ആണ് തിയറട്ടിക്കൽ കോഴ്സസ് ആയിരിക്കും. അതായത് MEd പോലുള്ള കോഴ്സസ് ആണ് DES വരുന്നത്. IASC വരുന്നതാണ് BEd, DLEd പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് IASC വരുന്നത്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി MA എഡ്യൂക്കേഷൻ. അപ്പോൾ MA എഡ്യൂക്കേഷൻ വരുന്നത് IASC അണ്ടറിലാണ്. അപ്പൊ ഈ MA എഡ്യൂക്കേഷൻ എന്താണ്, MEd എന്താണ് എന്നുള്ള ഒരു ഡൗട്ട് മിക്ക ടൈമിലും നമുക്ക് വരുന്നൊരു ഡൗട്ടാണ്. അതായത് ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം എൻട്രൻസ് എഴുതുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും MA എഡ്യൂക്കേഷൻ എഴുതുന്ന ടൈമിൽ ഞാൻ കുറെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിരുന്നു, എന്താണ് MEdഉം എന്താണ് MA എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് അറിയാനായിട്ട്. അപ്പോ ഒന്ന് അങ്ങനെ അറിഞ്ഞത് കൊണ്ടും പിന്നെ ഞാനിപ്പോ MA എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഇയർ ജാമ്യയിൽ ചെയ്യാണ്. അപ്പൊ MA എഡ്യൂക്കേഷന്റെ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് MA എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നോർമൽ മാസ്റ്റേഴ്സ് ആണ്. അതായത് ഇപ്പോ MA ഇംഗ്ലീഷ്, MA ഹിസ്റ്ററി ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു നോർമൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് MA എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് MEd എന്ന് പറയുമ്പോൾ നമ്മളുടെ BEdന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് MEd വരുന്നത്. ഇപ്പൊ MA എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ BA എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഇല്ല. അല്ലെങ്കിൽ MA എഡ്യൂക്കേഷന് MA എഡ്യൂക്കേഷന്റെ ഒരു ബേസിക് എന്ന് പറയുന്ന ഒരു BA നമുക്ക് അവൈലബിൾ അല്ല. അപ്പോ MEd എന്ന് പറയുന്നത് BEdന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് MEd ആയിട്ട് വരാം. അപ്പോ ഇന്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഈ MEdല് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നേരെ മറിച്ച് MA എഡ്യൂക്കേഷനിൽ നമുക്ക് ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കൂല. ഒരു എഡ്യൂക്കേഷന്റെ ഒരു തിയറട്ടിക്കൽ പാർട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു MA എഡ്യൂക്കേഷനിൽ നമുക്ക് വരുന്ന കാര്യം. അപ്പൊ ഈ MA എഡ്യൂക്കേഷനിൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു എലിജിബിലിറ്റി പറയുന്നത് 50% മാർക്സ് ബാച്ചിലേഴ്സിൽ ഉണ്ടാവണം. പിന്നെ ഏത് BA ഡിഗ്രി ഏത് ബാച്ചിലേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MA എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്യാം, ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഒഴികെ. അതായത് BVOC ഉണ്ടല്ലോ, BA വൊക്കേഷണൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് MA എഡ്യൂക്കേഷനിൽ കഴിയില്ല. ബാക്കി എല്ലാ കോഴ്സസിനും MA എഡ്യൂക്കേഷനിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ MA എഡ്യൂക്കേഷനിൽ മെയിൻലി രണ്ട് പാർട്ടായിട്ടാവും നമുക്ക് എൻട്രൻസ് ഉണ്ടാവുക. അതായത് പാർട്ട് എയിൽ വരുന്നുണ്ടാവുക നമ്മളുടെ റിട്ടേൺ എക്സാം ആയിരിക്കും. റിട്ടേൺ എക്സാം മീൻസ് MCQ ആണ് നമ്മളുടെ പാർട്ട് എയിൽ വരുന്നത്. അതൊരു 85 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് എയിൽ വരുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു എൻട്രൻസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് വരുന്നുണ്ട്, ഒരു കോൾ ഫോർ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൾ ഫോർ ഇന്റർവ്യൂ കൂടി പാസ്സായാലാണ് നമുക്ക് MA എഡ്യൂക്കേഷനിലേക്ക്
അഡ്മിഷൻ കിട്ടുക. അപ്പൊ ഈ ഒരു പാർട്ട് എയില് ജനറലി വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മളുടെ ബി എഡ് ആയിക്കോട്ടെ എം എഡ് ആയിക്കോട്ടെ, ബി എഡിന് മാത്രം ഒരു എക്സംഷൻ ഉണ്ട്. ബാക്കി എം എഡ് പിന്നെ ബി എഡ് തന്നെ, ബി എഡ് നഴ്സറി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബി എഡുകൾക്കെല്ലാം സെയിം പാറ്റേൺ ആണ് വരുന്നത്. അതായത് ജനറൽ അവയർനെസ് വരുന്നുണ്ടാവും, പിന്നെ നമ്മളുടെ ഇന്റലിജൻസ് ക്വസ്റ്റന്റ് ഉണ്ടാവും, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ 3 ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് എം എ എഡ്യൂക്കേഷനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. പിന്നെ എം എ എഡ്യൂക്കേഷനിൽ ഓൾമോസ്റ്റ് പി വൈ ക്യൂ തന്നെയാവും നമുക്ക് വരുന്നുണ്ടാവുക. കുറെ പി വൈ ക്യൂകള് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എം എ എഡ്യൂക്കേഷൻ അത്യാവശ്യം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇന്റർവ്യൂ വരും. അപ്പൊ ഇന്റർവ്യൂവിന്റെ ടൈമിലൊക്കെ ഫസ്റ്റ്ലി എന്താണ്, ഇപ്പൊ ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടൈമില് ഫസ്റ്റ്ലി നമുക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടാവും. ഐ മീൻ ഇന്റർവ്യൂ ഭയങ്കര ഒഫീഷ്യൽ ആയിരിക്കും, സംഭവമായിരിക്കും, അങ്ങനെയൊക്കെ ഒരു പേടി നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ഒരു സംഭവമല്ല. നമുക്കൊരു ബേസിക് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ എം എ എഡ്യൂക്കേഷന്റെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ റെഫർ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ഇയറില് മെജോറിറ്റി സ്റ്റുഡൻസിന്റെയിലും ഇന്റർവ്യൂവിന്റെ ടൈമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ബാച്ചിലേഴ്സിൽ ചെയ്ത നമ്മളുടെ സ്ട്രീം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ബി എ ഇംഗ്ലീഷ് ആണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ആ ഒരു ബി എ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റിയും ചോദിച്ചത്. പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ നല്ലൊരു ബേസ് വേണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ്, പോളിസീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോ ഇതാണ് എം എ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് വരുന്ന കോഴ്സാണ് ബി എഡ്. ബി എഡ് തന്നെ ബി എഡ് ഉണ്ട്, ബി എഡ് നഴ്സറി ഉണ്ട്, പിന്നെ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഉണ്ട്. ഇങ്ങനെ 3 കോഴ്സസ് ആണ് ബി എഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ ബി എഡ് ജനറൽ ബി എഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് IASPന്റെ അണ്ടറിലാണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷന്റെ അണ്ടറിലാണ് ബി എഡ് വരുന്നത്. അപ്പോ നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് കോഴ്സസിന് ബി എഡിന് മാത്രമാണ് കേരളത്തിൽ സെന്റർ ഉള്ളത്. ബി എഡിൽ തന്നെ ബി എഡ് ജനറലിന് മാത്രമാണ് കേരളത്തിലെ സെന്റർ ഉള്ളത്. ബാക്കി എല്ലാ സ്പെഷ്യലൈസ്ഡ് കോഴ്സസിനും നമ്മളുടെ ഡൽഹിയിൽ തന്നെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോ ബി എഡ് ജനറൽ നോക്കുന്ന ടൈമിൽ അതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 50% നമുക്ക് ബി എയിൽ മാർക്ക് ഉണ്ടാവുക, ബാച്ചിലേഴ്സിൽ 50% മാർക്ക് ഉണ്ടാവുക. ഇനി ഒരാള് ബാച്ചിലേഴ്സും ചെയ്തു അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ബി എ കഴിഞ്ഞ് എം എ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബി എയിൽ 45% എബവ് മതിയാവും. അത് കൂടാണ്ട് എം എയിൽ എന്ത് വേണം, ഒരു 50% മാർക്ക് കൂടി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പം ബേസിക്കലി ബി എഡിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഇതാണ് വരുന്നത്. പിന്നെ നമ്മളുടെ ഈ ബി എഡിന്റെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതായത് മറ്റ് എഡ്യൂക്കേഷണൽ കോഴ്സസിൽ നിന്ന് ബി എഡിന്റെ ഒരു എക്സാം സ്ട്രക്ചർ ആയിക്കോട്ടെ, എക്സാം ഡ്യൂറേഷൻ ആയിക്കോട്ടെ ഡിഫറെന്റ് ആണ്. അതായത് ബി എഡിന് എന്ന് പറയുമ്പോൾ ടോട്ടൽ 170 മാർക്സിനാണ് ബി എഡിന്റെ എക്സാം നടക്കുക. ഇപ്പൊ നമ്മളുടെ നോർമൽ എക്സാംസ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ബാക്കി എക്സാംസ് 100 മാർക്സിനാവും ഉണ്ടാവുക. ബി എഡ് ആണെന്നുണ്ടെങ്കിൽ 170 മാർക്സിനാവും ഉണ്ടാവുക. ഈ 170 മാർക്സ് 3 അവർ ആയിരിക്കും. 4 സെക്ഷൻസ് ഉണ്ടാവും നമുക്ക്. അപ്പൊ 4 സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ IQ ഉണ്ടാവും, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ റിലേറ്റഡ് എല്ലാ കോഴ്സുകൾക്കും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയർസ് വരുന്നുണ്ട്, പിന്നെ ഒരു സബ്ജക്ട് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്: സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ലാംഗ്വേജ് സബ്ജക്ട്സ്. അപ്പൊ ഈ 4 ഏരിയയിലും നമുക്ക് എന്ത് വേണം, ഒരു സബ്ജക്ട് നോളജ് ഉണ്ടാവണം. അപ്പോ ഓൾ ടോട്ടൽ ആയിട്ട് ഈ ഒരു 170 മാർക്സിലാവും നമുക്ക് ബി എഡ് ഉണ്ടാവുക. പിന്നെ ബി എഡിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് കാണപ്പെടുന്ന എറർ ആണ്, അതായത് നമുക്ക് ബി എഡ് ജാമ്യയിൽ 3 ലാംഗ്വേജ് 3 മീഡിയത്തിൽ അവൈലബിൾ ആണ്. അതായത് ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി, ഈ 3 മീഡിയത്തിലും നമുക്ക് ബി എഡ് അവൈലബിൾ ആണ്.
അപ്പോ ഇംഗ്ലീഷ് ബി എഡിൽ ജോയിൻ ചെയ്യുന്ന ആളുടെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും. ഉറുദുവിൽ ജോയിൻ ചെയ്യുന്ന ആൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിക്കോട്ടെ, ക്ലാസിന്റെ മീഡിയം ഓഫ് ക്ലാസ് ആയിക്കോട്ടെ, നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക ഉറുദു ലാംഗ്വേജിലായിരിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അതായത് നമ്മളുടെ ബി എഡ് ഇൻ അറബിക് ലാംഗ്വേജിൽ നമ്മൾ ബി എഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി എഡ് വരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലല്ല, ഉറുദു മീഡിയത്തിലാണ്. ഉറുദു മീഡിയത്തിൽ മാത്രമാണ് ബി എഡ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ബി എഡ് ഇൻ അറബിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 10th പിന്നെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ +2 എന്ത് വേണം, നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ഉറുദു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ജാമ്യയിലെ ഉറുദു മീഡിയം ബി എഡ് ഇൻ അറബിയിലേക്ക് നമുക്ക് അഡ്മിഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി +2 ആൻഡ് 10th അല്ലാന്നുണ്ടെങ്കിൽ ജാമിയ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചില കോളേജസ്, മദ്രസാസ് ഉണ്ടാവും. അവിടെ നിന്ന് ഉറുദു ലാംഗ്വേജിൽ നമുക്ക് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. സോ അതാണ് ഓൾ ടോട്ടൽ ആയിട്ട് ബി എഡ് ജനറലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്കും ബി എഡ് നഴ്സറി എഡ്യൂക്കേഷനിലേക്കും പോവാണ്. അപ്പോൾ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഈ ബി എഡുകളെല്ലാം വരുന്നത് IASC-യിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് നോൺ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ ബി എഡുകൾ വരുന്നത്. അപ്പോൾ ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ മെയിൻലി നമുക്ക് വരുന്ന 2 ഏരിയാസ് ആണ് വിഷ്വൽ ഇമ്പയർമെന്റും പിന്നെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയും. ഈ 2 ഏരിയാസ് ആണ് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്നത്. അതില് നമുക്ക് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത് BA ഓർ BSc ഓർ BCom വരാന്നുള്ളതാണ്. അതിന് 50% മാർക്സ് നമുക്ക് ഉണ്ടാവാന്നുള്ള ഒരു കാര്യവുമാണ്. BCom ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ MCom കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്, അതായത് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മളുടെ എൻട്രൻസ് സിലബസ് ആയിക്കോട്ടെ, എൻട്രൻസിന്റെ ഡ്യൂറേഷൻ ആയിക്കോട്ടെ, മാർക്സ് ആയിക്കോട്ടെ, നോർമലി നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിനുള്ള മാർക്സ് ആണ് വരുന്നത്. അതായത് 85 മാർക്സ് ആണ് ടോട്ടൽ വരിക. MCQ ആയിരിക്കും. പിന്നെ ബാക്കി 15 മാർക്സ് ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എൻട്രൻസ് സിലബസിൽ വരുന്നത് ജനറൽ അവയർനെസ് ഉണ്ടാവും, പിന്നെ IQ വരുന്നുണ്ട്, പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ബി എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ബി എഡ് നഴ്സറി ആണ് വരുന്നത്. ബി എഡ് നഴ്സറിയിൽ മെയിൻലി അതും IASC-ന്റെ അണ്ടറിൽ തന്നെയാണ്. 85 മാർക്സ് ആവും ബി എഡ് നഴ്സറി എഡ്യൂക്കേഷന്റെയും ഒരു മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ 50% നമുക്ക് എന്ത് വേണം, ബാച്ചിലേഴ്സിൽ നമ്മളുടെ മാർക്സ് ഉണ്ടായിരിക്കണം. ഇവിടെയും BSc വൊക്കേഷണൽ സ്റ്റഡീസ് ചെയ്ത കുട്ടികൾക്ക്, BVoc ചെയ്ത കുട്ടികൾക്ക് ബി എഡ് നഴ്സറി എഡ്യൂക്കേഷൻ ജാമ്യയിൽ അവൈലബിൾ അല്ല. ഇനി BAയും MAയും ചെയ്തവരാണെന്നുണ്ടെങ്കിൽ BAയിൽ 45% മാർക്സും MAയിൽ 50% മാർക്സും നമുക്ക് ഉണ്ടാവാന്നുള്ളതാണ്. സോ ബി എഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബി എഡ് ഈ 3 കോഴ്സസ് ആണ് നമുക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ബി എഡിൽ വരുന്നത് ബി എഡ് ജനറലിന് തന്നെ വരുമ്പോൾ നമുക്ക് സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോ BA ഇംഗ്ലീഷ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബി എഡ് എടുക്കുമ്പോൾ നമ്മളുടെ മെയിൻ കോഴ്സ് ആയിട്ട് മെയിൻ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. പിന്നെ ജാമ്യയിലെ ബി എഡ് ഡബിൾ മെയിൻ ആണ്. സോ നമുക്കൊരു രണ്ടാമതൊരു മെയിൻ സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ബാച്ചിലേഴ്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ 4th സെമസ്റ്ററിൽ നമുക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സബ്ജക്ട്, അതായിരിക്കും നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ട് ബി എഡിൽ ചൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു സബ്ജക്ട് എടുക്കുന്നത് നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, എൻട്രൻസ് ക്രാക്ക് ചെയ്ത അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന ടൈമിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും നമ്മളുടെ എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് സബ്ജക്ട് തരുന്നത്. അപ്പൊ അത് നമുക്ക് നമ്മളുടെ പ്രൊഫസേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ഒരു കാര്യം നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയാണ് ബി എഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പിന്നെ വരുന്നതാണ് നമ്മളുടെ MEd കോഴ്സുകൾ. ഈ MEd കോഴ്സുകൾ വരുന്നത് DES-ലാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റഡീസിലാണ് നമ്മളുടെ MEd കോഴ്സസ് വരുന്നത്.
സോ എം.എഡിനും മെയിൻലി നമ്മളിപ്പോ MA എഡ്യൂക്കേഷന് പറഞ്ഞതുപോലെ തന്നെ 85 മാർക്സ് ആവും ടോട്ടലി ഉണ്ടാവുക. പിന്നെ MA എഡ്യൂക്കേഷന്റെ സിലബസ് തന്നെയാണ് എം.എഡിനുള്ളത്. പിന്നെ 90 മിനിറ്റ്സ് ആയിരിക്കും എം.എഡിന്റെ എക്സാം ഉണ്ടാവുക. പിന്നെ നമുക്ക് ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ ഈ എം.എഡിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ എം.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അത് തന്നെ വിഷ്വൽ ഇമ്പയർമെന്റും ഉണ്ട്, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയും ഉണ്ട്. നേരത്തെ നമ്മൾ ബി.എഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും IASയിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു എം.എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് എലിജിബിൾ ആയിട്ടുള്ളവര് ബി.എഡിൽ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തവരാണ്. നേരത്തെ നമ്മൾ സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞല്ലോ, B.Ed ജനറൽ അല്ലാണ്ട് B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ആ ഒരു B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്തവർക്കാണ് M.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് ജോയിൻ ആവാനായിട്ട് കഴിയുക. ഇനി B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ B.Ed ജനറൽ ചെയ്തിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ ചെയ്തവർക്കായിരിക്കും നമ്മളുടെ ഈ ഒരു M.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷനിലേക്ക് എലിജിബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ഒരു ഡിപ്ലോമ ചെയ്താലും നമുക്ക് പറ്റും എന്ന് പറഞ്ഞല്ലോ, B.Ed ജനറൽ പ്ലസ് ഡിപ്ലോമ ചെയ്താല്. അപ്പൊ ആ ഒരു ഡിപ്ലോമ RTI റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അതായത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലേ, അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമ ആയിരിക്കണം നമ്മൾ ഈ ഒരു M.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത്. പിന്നെ അപ്പൊ ഓൾ ടോട്ടൽ ആയിട്ട് MA നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതായിട്ടുള്ള കോഴ്സസിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. MA എഡ്യൂക്കേഷൻ, പിന്നെ B.Ed തന്നെ B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, നഴ്സറി എഡ്യൂക്കേഷൻ, പിന്നെ M.Edല് M.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. പിന്നെ മെയിൻലി നമുക്ക് നോക്കാനുള്ള എന്ന് പറഞ്ഞാല് നമ്മളുടെ B.Ed ഇല്ലേ, ഈ B.Ed എന്ന് പറഞ്ഞാല് ജാമ്യയിലെ B.Ed വെൽ റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് B.Ed സ്റ്റുഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരിക്കും. എൻഗേജ്ഡ് എന്ന് പറഞ്ഞാല് ഒരു അക്കാദമിക് ഇയറിൽ തന്നെ ഇപ്പോ നമ്മൾ ഈ ജാമ്യന്റെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ക്യാമ്പസിൽ നിന്നൊക്കെ സെപ്പറേറ്റഡ് ആയി നിൽക്കുകയാണെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഈ TTIയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് MA എഡ്യൂക്കേഷൻ എല്ലാം വരുന്നതായിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഗേറ്റ് തന്നെ നമുക്കുണ്ട്. അതിന്റെ ഉള്ളിൽ ഈ TTI സ്റ്റുഡൻസിന് ഒരു സെപ്പറേറ്റ് ഗ്രൗണ്ടും വരുന്നുണ്ട്. അപ്പോ അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഈ B.Ed സ്റ്റുഡൻസിന് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഗാർഡനിങ് പോലത്തെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. പിന്നെ ഈ B.Edലെ സ്റ്റുഡൻസിനെ തന്നെ ഡിഫറെന്റ് ഹൗസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ ഇടയിൽ കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ B.Ed സ്റ്റുഡൻസിന് സ്പെഷ്യൽ ആയിട്ട് B.Edന്റെ സ്പോർട്സ് ഉണ്ടാവും, പിന്നെ ട്രിപ്പുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി B.Ed നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യയിലെ B.Ed വെൽ റെക്കഗ്നൈസ്ഡ് ആണ്. അതായത് ഇപ്പോ അവരുടെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളാവട്ടെ, ടീച്ചിങ് പ്രാക്ടീസുകളാവട്ടെ, പിന്നെ നമ്മളുടെ ഫാക്കൽറ്റീസ് ആവട്ടെ, മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നല്ല നൈസ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓൾ ടോട്ടൽ ആയിട്ട് ഇത്രയൊക്കെയാണ് B.Edനെയും MA എഡ്യൂക്കേഷനെയും കംപ്ലീറ്റ്ലി പറയാനുള്ളത്. പിന്നെ നിലവില് നമ്മളുടെ B.Edല് മലയാളികൾ ആരും ഇല്ല. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ആയിട്ട് B.Edല് മലയാളികൾ തീരെ ഇല്ല. പിന്നെ മെയിൻലി നമ്മളുടെ ആ ഒരു ഗേറ്റിൽ തന്നെ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഗേറ്റിൽ തന്നെ സൗത്ത് ഇന്ത്യൻസ് കുറവായിരിക്കും. പക്ഷെ അതുകൊണ്ടും പിന്നെ ഈ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് നമുക്കൊരു കൺസിഡറേഷൻ ഉണ്ടാവും. നമ്മളിപ്പോ കുറച്ച് സൗത്ത് ഇന്ത്യൻസ് ആണ് നമ്മളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ എഡ്യൂക്കേഷൻ കോഴ്സുകളിൽ സീറ്റുകൾ കുറവായിരിക്കും. അതായത് B.Edലായിക്കോട്ടെ, പിന്നെ നമ്മളുടെ മറ്റ് എഡ്യൂക്കേഷന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ, എല്ലായിടത്തും ഒരു 10 to 15 സീറ്റ്സ് അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 25 സീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കുട്ടികൾ ആണല്ലോ ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മളുടെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇപ്പോ ഞങ്ങളുടെ MA എഡ്യൂക്കേഷനിലാണെന്നുണ്ടെങ്കിൽ 13 സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ ഈ 13 സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഫസേഴ്സിന് നമ്മൾ ഓരോരുത്തരെയും ഒരു കണ്ണുണ്ടാവും. പിന്നെ നമുക്ക് എന്ത് ഡൗട്ട് ആവട്ടെ, ഡിസ്കഷൻസ് ആവട്ടെ, നമുക്ക് ഓപ്പൺ ആയിട്ട് പ്രൊഫസേഴ്സിന്റെ അടുത്ത് നല്ല രീതിയിൽ തന്നെ
ചോദിക്കാനായിട്ട് കഴിയും. പിന്നെ ഒരു നല്ലൊരു കൺസിഡറേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഓൾ ടോട്ടൽ ആയിട്ട് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇനി ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നമുക്ക് ഡൗട്ട് ചോദിക്കാം കേട്ടോ.